പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ മാസത്തിന്റെ പുതിയ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ സാവകാശങ്ങൾക്കുമായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. അപ്പോൾ തന്നെ പ്രതീക്ഷയോടുകൂടി ഈ മാസത്തിന്റെ ആരംഭത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന എല്ലാ ദൈവമക്കളെ ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പുതിയ മാസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സംസാരിച്ചൊരു ദൈവശബ്ദം നിങ്ങളുമായിട്ട് കൈമാറുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. അതിന് ആധാരമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 33 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന് 33 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരൽ ഇട്ടു, തുപ്പി അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു, അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫേഥ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു. ചെകിടന്മാരെ കേൾക്കുമാറാക്കുന്നു, ഊമന്മാരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞു അത്യന്തം വിസ്മയിച്ചു. സ്തോത്രം. പ്രത്യേകിച്ച് ഈ മാസത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൈവശബ്ദം, ഈ മാസം ചിലത് തുറന്നു വരുന്ന മാസമാണ്. എഫേഥ, ചിലത് തുറന്നു വരുന്ന മാസമാണ്, ചില തുറവിയുടെ മാസമാണ്. സ്തോത്രം. എത്ര വിശ്വസിക്കുന്നു ഈ മാസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്തിൽ ചില തുറവികൾ സംഭവിക്കാൻ പോകുക. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത തുറവികൾ ഇനി ആരും തുറക്കത്തില്ലെന്ന് ശത്രു സന്തോഷിച്ച് ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില മേഖലയ്ക്കകത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് വന്നിട്ട് ചിലത് തുറക്കാൻ പോകുക. യെസ്, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. കർത്താവ് നിങ്ങളുടെ ലൈഫിന്റെ മേൽ ചിലത് തുറക്കാൻ പോകുക. സ്തോത്രം. ഒരുത്തനും തുറക്കാൻ പറ്റാത്തതുപോലെ ശത്രു അടച്ചു വെച്ച ഏത് വിഷയമാണെങ്കിലും ഈ മാസം കർത്താവ് അതിനെ തുറക്കാൻ പോകുക. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മാസത്തിന്റെ പേരിട്ടോ. അല്ലെങ്കിൽ ഈ ഏപ്രിൽ മാസം എഫേഥ, എന്റെ ജീവിതത്തിൽ ചില തുറവികൾ സംഭവിക്കുന്ന മാസമാണ്. എന്റെ ജീവിതത്തിന്റെ മേൽ അടഞ്ഞു കിടക്കുന്നതെല്ലാം, അത് ഏതെല്ലാം മേഖലകൾക്കകത്തിലാണോ അടഞ്ഞു കിടക്കുന്നത് അവിടെ എല്ലാം ഭയങ്കര തുറവികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചത് റിസീവ് ചെയ്തു ദൂതിനെ. സ്വതന്ത്രം. നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഈ ദൂതിനെ റിസീവ് ചെയ്യുമ്പോൾ തന്നെ ചില ഭയങ്കര തുറവികൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ചില തുറവികൾ ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്യാൻ പോകുക. സ്തോത്രം. ആരും അടയ്ക്കാതെ വേണം തുറക്കാൻ കഴിയുന്നവൻ ഇന്ന് ഈ സമയം ഈ മീറ്റിംഗിന്റെ നടുവിലുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുക. നിങ്ങളുടെ ഭാവിയുടെ മേൽ ചിലത് തുറക്കാൻ പോകുക. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തുറവികൾ സംഭവിക്കാൻ പോകുക. സ്തോത്രം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തുറവികൾ നിങ്ങളുടെ ലൈഫിന്റെ മേൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. അത് വിശ്വസിച്ചോ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആർക്കും ഹല്ലേലൂയ സ്തോത്രം അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്നവൻ ഈ പകൽക്കാലം സ്തോത്രം ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവൻ ചിലരുടെ ഭാവിയുടെ മേൽ നിന്ന് ചിലത് തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞു എഫേഥ, എന്റെ ജീവിതത്തിനകത്തിൽ ഈ 2026 ഏപ്രിൽ മാസം തുറക്കുന്ന മാസമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര നോക്കിയിട്ടും തുറക്കാത്ത പല വിഷയങ്ങൾക്കകത്തിലും ഇന്ന് പകൽക്കാലം അതിന്റെ ഡോറുകളെ ദൈവം ഇന്ന് പകൽക്കാലം തുറക്കാൻ പോകുക. അത് ഈ മാസം നിങ്ങളുടെ ലൈഫിനകത്തിൽ ടെസ്റ്റിമണികളായി വരാൻ പോകുന്നു. സാക്ഷ്യങ്ങളായി വരുന്ന ഒരു മാസമായി മാറാൻ പോകുന്നു. സാക്ഷ്യങ്ങൾ പുറത്തു വരുന്ന യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യങ്ങൾ പുറത്തു വരുന്ന ഒരു മാസമാക്കി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം സ്തോത്രം ഈ മീറ്റിംഗിനകത്തിൽ ചിലരുടെ മേൽ ചിലത് ചെയ്യാൻ പോകുക. സ്തോത്രം. അതൊരു പുതപ്പായി ചിലരുടെ മേൽ വീഴാൻ പോകുക. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ദൈവം ചിലത് തുറക്കുക മാത്രമല്ല, നിങ്ങൾ ചെല്ലുന്നിടത്തും ചിലത് തുറന്നു വരുന്നത് പോലെ സ്തോത്രം ഒരു പുതപ്പ് നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം ഇടാൻ പോകുക. ഒരു പുതപ്പ്
പുതപ്പ് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ മേൽ ഇടുവാൻ പോകുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് അത് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സ്തോത്രം, അവൻ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരൽ ഇട്ടു. സ്തോത്രം. തുപ്പി അവന്റെ നാവിനെ തൊട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഒന്ന് ചെവി അടഞ്ഞിരിക്കുന്ന വിഷയം, രണ്ട് സ്തോത്രം നാവ് അടഞ്ഞിരിക്കുന്ന വിഷയം. ഞാൻ ആത്മാവിൽ ഈ ദൂതിനെ ഒന്ന് വിവേചിച്ച് നിങ്ങളോട് കൈമാറാൻ പോകുക. സ്തോത്രം. ഒന്ന്, ആ മനുഷ്യന്റെ ലൈഫിനകത്തിൽ ഒന്നും കേൾക്കരുതെന്ന് പറഞ്ഞ് ശത്രു അടച്ചു വെച്ചിരിക്കുന്ന വിഷയം. രണ്ട്, അവൻ ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞ് ശത്രു അടച്ചു വെച്ചിരിക്കുന്ന വിഷയം. സ്തോത്രം. ഇന്ന് ഈ പകലിൽ നിങ്ങൾ വിശ്വസിച്ചു, ഹല്ലേലൂയ, നിങ്ങളുടെ സാക്ഷ്യങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖല. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ചില സാക്ഷ്യങ്ങൾ, ചില വിടുതലിന്റെ സാക്ഷ്യങ്ങൾ നിന്റെ കാതിൽ കേൾക്കരുതെന്ന് പറഞ്ഞ് ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖലകൾ. ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ, നിന്റെ നാവിൽ നിന്ന് സ്തോത്രം ഒരു പുതിയ സാക്ഷ്യം വരരുതെന്ന് പറഞ്ഞ് ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖല. ആ മേഖലയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ആ വിഷയത്തെ കർത്താവ് കയറി തൊടാൻ പോകുക. യെസ്, എത്ര വിശ്വസിക്കുന്നു? ആ വിഷയത്തെ കർത്താവ് കയറി തൊടാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിച്ചു, ആ വിഷയത്തെ കർത്താവ് കയറി തൊടാൻ പോകുക. കർത്താവ് തൊട്ടാൽ യേശുവിന്റെ നാമത്തിൽ ചിലത് അഴിഞ്ഞു വീഴും. ഓ സ്തോത്രം. ചിലത് അഴിഞ്ഞു വീഴും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ വിശ്വസിച്ചോ, ആ വിഷയത്തെ കർത്താവ് കയറി തൊടാൻ പോകുക. നിന്റെ ലൈഫിനകത്തിൽ സാക്ഷ്യമാകണ്ട, നിന്റെ വായിക്കൂടെ വരേണ്ട സാക്ഷ്യങ്ങളെ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്തിൽ, നിന്റെ തലമുറകളുടെ മേൽ, ഹല്ലേലൂയ, നിന്റെ മിനിസ്ട്രിയുടെ മേൽ ശത്രു തടഞ്ഞിട്ടിരിക്കുന്നതിനെ ഇന്ന് പകൽക്കാലം കർത്താവ് തൊടാൻ പോകുക. ഓ സ്തോത്രം. കർത്താവ് തൊടാൻ പോകുക. കർത്താവ് തൊടാൻ പോകുക. കർത്താവ് തോട്ടിട്ട് ഇന്ന് പകൽക്കാലം ആ വിഷയത്തോട് കൽപ്പിക്കാൻ പോകുന്നത് എഫേഥാ, തുറന്നു വരിക. ചിലത് അഴിഞ്ഞു വിടും, ചിലത് അഴിഞ്ഞു വിടും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റാബാനസിയെ കർത്താവ് അങ്ങനെ പറയുകയും നാവിന്റെ കെട്ട് അഴിഞ്ഞു എന്നാ പറഞ്ഞത്. നാവിന്റെ കെട്ട് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിന്. ഹല്ലേലൂയ. ചില കെട്ടുകളെ ദൈവാത്മാവ് ഇതിന്റെ നടുവിൽ അഴിക്കുക. ചില കെട്ടുകളെ ദൈവാത്മാവിന്റെ നടുവിൽ അഴിക്കുക. നീ പോലും കാണാതെ വേണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്തിൽ വിടുതലുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് പകൽ സ്വർഗ്ഗം ഈ മീറ്റിംഗിന് നടുവിൽ അഴിക്കുക. അഴിയുമ്പോൾ സാക്ഷ്യം വെളിപ്പെടും. ഓ ഇന്ന് പകൽ എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? സ്തോത്രം. ചിലത് അഴിയുമ്പോൾ സാക്ഷ്യം വെളിപ്പെടും. യെസ്, യേശുവിന്റെ നാമത്തിൽ ചില സാക്ഷ്യങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ചില സാക്ഷ്യങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ചില സാക്ഷ്യങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിനകത്തിൽ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ വിഷയത്തെ തൊടാൻ പോകുക. ആ വിഷയത്തിന്റെ മേൽ കരം വെക്കാൻ പോകുക. ആ വിഷയത്തിനകത്തിൽ ഇന്ന് പകൽക്കാലം ഓ ചില സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ. ഓ റാബാന സിയാരകൾ കെട്ടിയ നിന്റെ സാക്ഷ്യം പ്രസിദ്ധമാകാൻ പോവാ. നിന്റെ സാക്ഷ്യം പ്രസിദ്ധമാകാൻ പോകുക. നിന്റെ സാക്ഷ്യം പ്രസിദ്ധമാകാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ, നിന്റെ സാക്ഷ്യം പ്രസിദ്ധമാകാൻ പോകുക. നിന്റെ മുമ്പിൽ ഇനി ഒരു വാതിലും അടഞ്ഞു കിടക്കത്തില്ല. നിന്റെ മുമ്പിൽ ഇനി ഒരു വാതിലും അടഞ്ഞു കിടക്കത്തില്ല. സ്തോത്രം. നിന്റെ മുമ്പിൽ ഇതുവരെ അടഞ്ഞു കിടന്ന വാതിലുകളെ നോക്കി ഈ പകൽ നീ ആത്മാവിൽ വിശ്വസിച്ചോ. സ്തോത്രം. നിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം ചില വാതിലുകൾ തുറക്കാൻ പോകുക. നിന്റെ മുമ്പിൽ ചില വാതിലുകളെ ഇന്ന് പകൽക്കാലം ദൈവം തുറക്കാൻ പോകുക. സ്തോത്രം. അത് ഭയങ്കര തുറവികളായി മാറാൻ പോകുക. ഈ മാസം നിങ്ങൾ വിശ്വസിച്ചോ. സ്തോത്രം. തുറവിയുടെ ഒരു മാസമായിരിക്കും. നിങ്ങൾ ഇനി അടഞ്ഞ വാതിലുകളുടെ മുമ്പിലല്ല നിൽക്കാൻ പോകുന്നത്. നീ ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം വാതിലുകൾ തുറക്കാൻ പോകുക. നീ ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം വാതിലുകൾ തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. നീ ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം വാതിലുകൾ തുറക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം എഫേഥാ, തുറന്നു വരിക എന്നുള്ള ഈ വാക്കിനെ ഞാൻ നിങ്ങളുടെ മേലേക്ക് ഇട്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നവർ റിസീവ് ചെയ്തു. ഈ വാക്കിനെ നിങ്ങളുടെ മേലേക്ക് ഇട്ടു പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, നിങ്ങൾ ചെന്ന് നിൽക്കുന്നിടങ്ങളിൽ എല്ലാം വാതിലുകൾ തുറന്നു വരാൻ പോകുക. വാതിലുകൾ തുറന്നു വരാൻ പോകുക. ഓ സ്തോത്രം. അത് ശത്രു എത്ര അടച്ചു വെച്ച വാതിലാണെങ്കിലും അത് തുറന്നു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരാൻ പോകുക. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. സ്തോത്രം, കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിന് മുമ്പേ നടന്ന ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം ഞാൻ നിങ്ങളുമായിട്ട് കൈമാറാം. അത്ഭുതത്തിന്റെ സാക്ഷ്യം കൈമാറാം. ഞങ്ങളുടെ ഒരു ഇന്നർ സർക്കിൾ മീറ്റിംഗ് നടക്കുമ്പോൾ സ്തോത്രം, ആ മീറ്റിംഗിന്റെ നടുവില് സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറി. സ്തോത്രം. ഹല്ലേലൂയ. മരണം എന്ന് പറയുന്നത് ചലനമുള്ളതിനെ ചലിപ്പിക്കാതിട്ടിരിക്കുന്നതാണ്.
സ്തോത്രം. മരണം എന്ന് പറയുന്നത് ചലനമുണ്ടായിരുന്ന ചിലതിനെ ചലിപ്പിക്കാതിട്ടിരിക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. എന്നാൽ ജീവൻ എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, ജീവന്റെ പ്രത്യേകത ചലിക്കാതെ കിടക്കുന്നതിനെ എല്ലാം ചലിപ്പിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ, എവിടൊക്കെയോ ചലിക്കാതെ കിടക്കുന്നതെല്ലാം ഇതിനകത്തിൽ ഇപ്പോൾ ചലിച്ചു തുടങ്ങാൻ പോകുക. ചലിക്കാതെ കിടക്കുന്നതെല്ലാം ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ചലിച്ചു തുടങ്ങും. എവിടൊക്കെയോ മരിച്ചു കിടക്കുന്ന, നിർജീവമായി കിടക്കുന്ന, ചലിക്കാതെ കിടക്കുന്ന എല്ലാം ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിന്റെ നടുവില് കർത്താവ് എഫേദ തുറന്നു വാന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ചലിച്ചു തുടങ്ങാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. നിങ്ങളുടെ ലൈഫിനകത്തിൽ ചിലത് തുറന്നു വരാൻ പോകുക, ചലിക്കാൻ പോകുക. ചലനമില്ലാതെ കിടക്കുന്നത് മുഴുവൻ ചലിക്കാൻ പോകുക. സോദരൻ, എവിടൊക്കെയോ ജീവനെ നഷ്ടപ്പെടുത്തി, അത് ഏതൊക്കെ മേഖലകൾക്കകത്തിലാണെങ്കിലും ജീവനെ നഷ്ടപ്പെടുത്തി ശത്രു ചലനം നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്ന മേഖലയ്ക്കകത്തിൽ ചലനങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ആ മീറ്റിംഗിൽ കർത്താവ് അങ്ങനെ പറഞ്ഞു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം പരിശുദ്ധാത്മാവ് സ്തോത്രം ഹല്ലേലൂയ ചിലരോട് ശക്തമായിട്ട് പറഞ്ഞു സ്തോത്രം, ചില ചലനങ്ങൾ സംഭവിക്കാൻ പോകുക. അടുത്ത ദിവസം പുറത്തു വന്ന സാക്ഷി ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ഞങ്ങളുടെ 2 സഹോദരങ്ങൾ സ്തോത്രം, അവര് സ്തോത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിന് നടുവിൽ അവര് കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ സൈറ്റിനകത്തിലാണ് ഒരാളുടെ ലൈഫിനകത്തില് സ്തോത്രം ആ കമ്പനി ഒരു ബോണസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്തോത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിന് നടുവിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സ്തോത്രം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന് നടുവില് സ്തോത്രം ഒരു കമ്പനിയിൽ നിന്ന് ഒരു ബോണസോ ഇൻക്രിമെന്റോ ഒന്നും അസാധ്യമാണ്, പോസിബിൾ അല്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. സ്തോത്രം. ഒത്തിരി പേരുടെ സാലറികൾ ഹല്ലേലൂയ വെട്ടിക്കുറയ്ക്കുമ്പോൾ, ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ മീറ്റിംഗിൽ അന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം, കർത്താവേ ആരുടെയും ജോലി പോലും നഷ്ടപ്പെട്ടു പോകരുതേ. സ്തോത്രം. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനുള്ളിൽ രാവിലെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യം സ്തോത്രം, ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു സ്തോത്രം, എന്റെ ലൈഫിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്തു. എന്താ? സ്തോത്രം ഹല്ലേലൂയ, ബോണസ് ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞ കമ്പനി സാലറി ഇൻക്രിമെന്റ് കൊടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാം. ഞങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ സംഭവിക്കേണ്ടതല്ല സ്തോത്രം. എന്നാൽ പലരും ഒരു ഇൻക്രിമെന്റിന്റെ പേപ്പർ കൊടുത്തിട്ട് സ്തോത്രം പുറകിന് നടന്നിട്ട് കൊടുക്കാത്ത കമ്പനി സ്തോത്രം അന്ന് സ്തോത്രം ദൈവം ചിലത് തുറക്കുമെന്ന് പറയുകയും സ്തോത്രം അടുത്ത ദിവസം തന്നെ അവന്റെ ലൈഫിനകത്ത് തുറന്നു കൊടുത്തു കർത്താവ്. ഹല്ലേലൂയ. അടുത്തൊരാൾ ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, എന്റെ ലൈഫിനകത്തിൽ സ്തോത്രം 25 വർഷമായി ഞാൻ ഈ കമ്പനി വർക്ക് ചെയ്യുന്നു, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന് സംഭവിച്ചു. സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് എന്റെ കമ്പനി സ്തോത്രം ഒരു ബോണസ് നൽകി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടി? എവിടൊക്കെയോ ചലനമില്ലാതെ കിടക്കുന്നതും തുറക്കാതെ കിടക്കുന്നതും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോകുക. അത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞ് ദൂതിനെ റിസീവ് ചെയ്തോ. നീ ദൂതിനെ റിസീവ് ചെയ്യുമ്പോൾ നിന്റെ ലൈഫിനകത്തിൽ എവിടൊക്കെയോ ചലനമില്ലാതെ ശത്രു ചലിപ്പിക്കാതെ സ്വത്രം നിന്നെ നിരാശപ്പെടുത്തി ഹല്ലേലൂയ കിടക്കുന്ന നിന്റെ ഭാവിയുടെ വഴികളെ ഇന്ന് പകൽക്കാലം ഒരു കരമല്ല, മാനുഷികമായ കരത്തിന് എല്ലാം പരിധികളുള്ളപ്പോൾ ഇന്ന് പകൽക്കാലം നീ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ നിനക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകൽക്കാലം കൽപ്പിക്കുന്നു. എഫേദ തുറന്നു വരിക. അത് നിന്റെ ലൈഫിനകത്തിൽ പുതിയ സാക്ഷ്യമായി തുറന്നു വരട്ടെ. യെസ് സ്തോത്രം. പുതിയ സാക്ഷ്യമായിട്ട് തുറന്നു വരട്ടെ. യെസ്, യേശുവിന്റെ നാമത്തിൽ പുതിയ സാക്ഷ്യങ്ങളായി. ഇന്ന് പകൽക്കാലം പുതിയ സാക്ഷ്യങ്ങൾ ആവശ്യമുള്ളവർ പ്രാർത്ഥിച്ചു. നിന്റെ ലൈഫിനകത്ത് ദൈവം ചിലത് തുറക്കുമ്പോൾ നീ സാക്ഷ്യം പറയാൻ പോകുക. പുതിയ ചില സാക്ഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ ഒരു സീസണിനെ ഇന്ന് പകൽക്കാലം ഇതിന്റെ മധ്യത്തിൽ കർത്താവ് തുറക്കാൻ പോകുന്നുണ്ട്. ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചു. പുതിയ സാക്ഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിന്റെ മേൽ തുറക്കുന്നു. പുതിയ സാക്ഷ്യങ്ങളെ തുറക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വർഷങ്ങളായിട്ട് മാനുഷികമായി ശ്രമിച്ചിട്ടും നടക്കാത്തത്, ലോകത്തിന്റെ ജ്ഞാനത്തിൽ ഇന്ന് സംഭവിക്കാൻ സാധ്യതകൾ ഇല്ലാത്തത് ദൈവം തുറന്നെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചില തുറവികളെ ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില തുറവി. അത് മനുഷ്യനല്ല ചെയ്യുന്ന, ദൈവം ചെയ്യാൻ പോകുക. അത് എവിടൊക്കെയാണോ തുറക്കേണ്ടത് അവിടെ എല്ലാം ദൈവം തുറക്കാൻ പോകുക. എവിടൊക്കെയാണോ തുറക്കേണ്ടത് അവിടെ എല്ലാം ദൈവം തുറക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലരുടെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാൻ പോകുക. ചിലരുടെ മേൽ ദൈവത്തിന്റെ ഫേവറുകളെ
ദൈവം വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ രാവിലെ സ്തോത്രം ഈ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം എഴുന്നേറ്റപ്പോൾ ദൈവാത്മ പെട്ടെന്ന് എന്നോട് പറഞ്ഞൊരു ദൈവശബ്ദമുണ്ട്. സ്തോത്രം. ആ ദൈവശബ്ദം ഇതിനോട് കണക്ട് ചെയ്ത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഏലിയാവിന്റെ മേൽ വലിയൊരു അഭിഷേകം നിൽക്കുക. ഏലിയാവിന്റെ മേൽ വലിയൊരു അഭിഷേകം നിൽക്കുക. സ്തോത്രം. എന്നാൽ ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ, സ്തോത്രം, ഏലിയാവിനോട് കൂടി ഈ അഭിഷേകവും എടുക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനകത്ത് നിൽക്കുക. എന്നാൽ അതിനെ ഒന്ന് പിടിക്കുവാൻ തക്കവണ്ണം ആരും, തനിക്ക് പല പ്രവാചക ശിഷ്യന്മാരുണ്ടായിട്ട് ആരും തയ്യാറാകാതെ നിൽക്കുമ്പോൾ തന്നെ പിന്തുടരുന്ന ഹല്ലേലൂയ തന്റെ ഒരു ശിഷ്യനുണ്ട്. അതാണ് ഏലിശ. തന്നെ പിന്തുടരുന്ന തന്റെ ഒരു ശിഷ്യനുണ്ട്. അതാണ് ഏലിശ. സ്തോത്രം. ഏലിശ തന്നെ പിന്തുടരുക. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. തന്റെ മേൽ സ്തോത്രം ഒരു തുറവി നടക്കണം. തന്റെ മേൽ ഒരു തുറവി നടക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇരട്ടി അഭിഷേകത്തിന്റെ ഒരു തുറവി തന്റെ മേൽ നടക്കണം. ഇന്ന് പകൽക്കാലം എത്ര പേർ കൊതിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഇന്ന് ഹല്ലേലൂയ ഒരു തുറവി നടക്കണമെന്ന്. ഇരട്ടി അഭിഷേകത്തിന്റെ ഒരു തുറവി തന്റെ മേൽ നടക്കണം. ഹല്ലേലൂയ. സ്തോത്രം. താൻ അതിന് പിന്തുടരുക. ഏലിയാവിനെ പിന്തുടരുക. ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ആകാശം തുറന്ന് താൻ എടുക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏലിശയുടെ മേലേക്ക് ആ തുറവിക്കകത്തിൽ ഒരു പുതപ്പ് വീഴുക. ആ തുറവിക്കകത്തിൽ ഒരു പുതപ്പ് വീഴുക. സ്തോത്രം. അടുത്തത് സംഭവിക്കുന്നത് അറിയാം. ഏലിയാവ് ഉണ്ടായിരുന്നു, യോർദാനെ അടിച്ച് രണ്ടാക്കി. ഹല്ലേലൂയ. സ്തോത്രം. വാതിലിനെ തുറന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ തക്കണം. എന്നാൽ ഹല്ലേലൂയ തിരിച്ചു വരുമ്പോൾ തന്റെ മേൽ വാതിലുകളെ തുറക്കുവാൻ, ഒന്നുകൂടെ പറഞ്ഞ യോർദാനെ തുറക്കുവാൻ ആരും തന്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ തന്റെ മേൽ ലഭിച്ച ആ പുതപ്പ് കൊണ്ട് താൻ യോർദാനെ തുറക്കുക. ഇന്ന് പകൽ എത്ര പേർക്ക് ദൂത് പിടികിട്ടി? സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറി. ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിച്ചു. ചിലരുടെ മേൽ ദൈവം ഇന്ന് പകൽക്കാലം ചില പുതപ്പുകളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അല്ലെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന യോർദാനുകളെ അടിച്ചു തുറക്കുവാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. എങ്ങനെ വഴികൾ തുറക്കും, എങ്ങനെ വാതിലുകൾ തുറക്കുമെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ചിലത് തുറക്കുവാൻ തക്കവണ്ണം അധികാരത്തിന്റെ പുതപ്പിനെ ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം ഇട്ടുകൊടുക്കാൻ പോകുക. സ്തോത്രം. അത് ഹല്ലേലൂയ ആ പുതപ്പ് കൊണ്ട് യോർദാൻ തുറക്കുക മാത്രമല്ല, സ്തോത്രം, താൻ ആത്മനിയോഗത്തോടെ കടന്നു വരുമ്പോൾ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഒത്തിരി മേഖലകൾ തുറക്കുക. ഇന്ന് പകൽക്കാലം അങ്ങനെ ചില പുതപ്പുകളെ ചിലരുടെ മേൽ ദൈവാത്മ വിടുവാൻ ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ റിസീവ് ചെയ്തു. അല്ലെങ്കിൽ യോർദാൻ തുറക്കുക മാത്രമല്ല, നിന്റെ മുമ്പിൽ വഴി അടച്ചു വെച്ചിരിക്കുന്ന യോർദാൻ തുറക്കുക മാത്രമല്ല, ഒത്തിരി മേഖലകളെ തുറക്കുന്ന ഒരു അധികാരത്തിന്റെ പുതപ്പിനെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ ഇട്ടുതരിക. ശബ്ദരാദികൾ കെട്ടി റിവനയാദികൾ പെട്ടിയ റീബത്താന സിയാരകൾ കെട്ടിയ ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിലുള്ള ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ഇന്ന് പകൽക്കാലം ചിലരെ ആളുമാറിയതുപോലെ സ്തോത്രം. ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചു. ആളുമാറിയവരെ പോലെ ഹല്ലേലൂയ ചിലരുടെ കരങ്ങളിൽ ഹല്ലേലൂയ ഏലിശയുടെ കയ്യിൽ ഒരു ഹല്ലേലൂയ സ്തോത്രം പുതപ്പ് കിട്ടിയെങ്കിലും അതൊരു താക്കോലായിരുന്നു. ഇന്ന് പകൽക്കാലം എഫേഥ എന്നൊരു വേർഡ് നിങ്ങളോട് കൈമാറുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിന്റെ പല മേഖലകളെ തുറക്കാനുള്ള ഒരു കീ ആണ്. ആ കീ വെച്ച് നിനക്ക് തുറക്കാൻ പലതും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ കീ വെച്ച് നിനക്ക് തുറക്കാൻ പലതും. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന പല വാതിലുകളെ ഇന്ന് പകൽക്കാലം എഫേദ എന്നുള്ള ഈ വേർഡിന്റെ കീ, ഇതൊരു കീ ആണ്. ദൈവം നിന്റെ കയ്യിലേക്ക് ഒരു കീ കൈമാറുക. ഒരു കീ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇന്ന് പകലത്ത് റിസീവ് ചെയ്തിട്ട് ചില മേഖലകളെ നീ ഇത് വെച്ച് തുറക്കണം. നിന്റെ സാക്ഷ്യങ്ങളെ അടച്ചു വെച്ചിരിക്കുന്നു, നിന്റെ നന്മയെ അടച്ചു വെച്ചിരിക്കുന്നത്, നിന്റെ വിടുതലുകളെ അടച്ചു വെച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഈ കീ കൊണ്ട് നീ തുറക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ലൈഫിൽ പുതിയ സംഭവിക്കാൻ പോവുക. പുതിയത് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം പുതിയത് ഹല്ലേലൂയ പുതിയത് തുറന്നു വരാൻ പോകുക. സ്തോത്രം. ഇതുവരെ അടഞ്ഞു കിടന്നത് ചിലരുടെ മുമ്പിൽ ഹല്ലേലൂയ തുറക്കാൻ പോകുക. ഇതുവരെ അടഞ്ഞു കിടന്നത് ചിലരുടെ മുമ്പിൽ തുറക്കാൻ പോകുക. വിശ്വസിച്ചോ? ഇതുവരെ അടഞ്ഞു കിടന്നത് ചിലരുടെ മുൻപിൽ തുറക്കാൻ പോകുക. സ്തോത്രം. തുറക്കാൻ പോകുക. ആത്മാവിൽ സ്വീകരിച്ചു. തുറക്കാൻ പോകുക. ഇത് ഹല്ലേലൂയ. കർത്താവിനോട് ശക്തമായിട്ട് ഇതൊരു കീ ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തരിക. ഈ പദം സ്തോത്രം ഒരു കീ വേർഡായിട്ട് ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് തരിക. സ്തോത്രം. ചില മേഖലകളെ നോക്കി ഇന്ന് പകൽ നിങ്ങൾ കൽപ്പിക്കുക, എഫേദ തുറന്നു വരിക.
വാതിലുകൾ തുറന്നു വരിക. സ്തോത്രം. വാതിലുകൾ തുറന്നു വരിക. ഏലിശയുടെ കൈ കിട്ടിയ ഒരു പുതപ്പ് അവൻ യോർദാനെ തുറക്കുവാനുള്ള അധികാരത്തിന്റെ ഹല്ലേലൂയ ഒരു പുതപ്പായി ഉപയോഗിച്ചെങ്കിൽ, ഹല്ലേലൂയ മോശയുടെ കരത്തിൽ ഒരു വടിയെ ചെങ്കടലിനെ തുറക്കുവാൻ തക്കവണ്ണം അധികാരത്തിന്റെ വടിയായി അവൻ ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിലേക്ക് ദൈവം ഒരു വേട് തരികയാണ്. എഫേഥാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മാസം നിന്റെ കയ്യിലേക്ക് ദൈവം ഒരു വേടിനെ കൈമാറുക. എഫേഥാ. സ്തോത്രം. നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളെ തുറക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം തരുന്ന കീ ആണ്. ഈ കീ ഉപയോഗിച്ച് ചിലത് തുറന്നെടുക്കുക. ഈ കീ ഉപയോഗിച്ച് ചിലത് തുറന്നെടുക്കുക. സ്തോത്രം. നിന്റെ സാക്ഷ്യത്തെ നീ തുറന്നെടുക്കുക. നിന്റെ വീടിനെ നീ തുറന്നെടുക്കുക. നിന്റെ തലമുറകളെ നീ തുറന്നെടുക്കുക. യേശുവിന്റെ നാമത്തിൽ. ആരാ ഇന്ന് പകൽക്കാലം ചിലത് തുറക്കുന്നത്? ആരാ ഇന്ന് പകൽക്കാലം ചിലത് തുറക്കുന്നത്? അവരുടെ ലൈഫിനകത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തുറവികൾ സംഭവിക്കാൻ പോകുക. അത് പല മേഖലകൾക്കകത്തിൽ അത് തുറവികളാക്കി ദൈവം തീർക്കുവാൻ പോകുക. സ്തോത്രം. റേഖാമാന സിയാൽ കെട്ടിയ നഗസിയാനകൾ കെട്ടിയ. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് പകൽക്കാലം നിങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് കൈമാറിയ അൺഎക്സ്പെക്റ്റഡ്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില തുറവികൾ സംഭവിക്കാൻ പോയി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. സ്തോത്രം. ആ ഒരു പദം ഞാൻ നിങ്ങളോട് കൈമാറുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. സ്തോത്രം. അപ്രതീക്ഷിതമായി നിങ്ങളുടെ ലൈഫിനകത്ത് ചില തുറവികൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുക. അപ്രതീക്ഷിതമായി. ഹല്ലേലൂയ. ഏതൊക്കെയോ മേഖലകൾക്കകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ശത്രു വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നിടത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില തുറവികൾ ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില തുറവികൾ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില തുറവികൾ. ഞാൻ ഒന്നുകൂടെ അതിനെ കണക്ട് ചെയ്യാം. ഹല്ലേലൂയ. ഈ കാരാഗ്രഹത്തിനകത്തിൽ പൗലോസിനെയും ശീലാസിനെയും സ്തോത്രം ശത്രു പൂട്ടി ബന്ധിച്ചിട്ടിരിക്കുക. സ്തോത്രം. ഒത്തിരി അടിച്ചു. ഹല്ലേലൂയ. അവരെ കാരാഗ്രഹത്തിനകത്ത് പൂട്ടിയിട്ടിരിക്കുക. ഈ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. സ്തോത്രം. അത് തുറക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം കാരാഗ്രഹത്തെ പൂട്ടി കാരാഗ്രഹ പ്രമാണി വെളിയിൽ കാത്തു നിൽക്കുക. പക്ഷേ അവരവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു തുറവി അവിടെ സംഭവിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു തുറവി അവിടെ സംഭവിക്കുക. ഇന്ന് പകൽ വിശ്വസിച്ചോ, നീ പോലും പ്രതീക്ഷിക്കാതെ വണ്ണം നിന്നെ പൂട്ടി ഏതൊക്കെയോ മേഖലയുടെ നടുവിൽ, നിന്റെ ഭാവിയെ പൂട്ടി ഏതൊക്കെയോ മേഖലയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം നിന്റെ ലൈഫിനകത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയി ചില തുറവികൾ യേശുവിന്റെ നാമത്തിൽ ഈ മാസം സംഭവിക്കാൻ പോവുക. ഇന്ന് പകൽ ഞാൻ പറയുമ്പോൾ ശത്രു പൂട്ടിയ ഏതൊക്കെയോ മേഖലകൾക്കകത്തിൽ, ശത്രു പൂട്ടിയ ഏതൊക്കെയോ നിന്റെ കീ ഇല്ല, ശത്രുവിന്റെ കീ. ശത്രു നിന്നോട് പറയുന്നു ഇത് തുറന്ന് നീ വെളിയിൽ വരുന്നത് ഞാനിന്ന് കാണട്ടെ. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു ഹല്ലേലൂയ നിന്റെ കീ വേണ്ട. നീ ഇന്ന് പകൽ ഈ പദത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ വീടിനെ ദൈവം തുറക്കുക. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിനോട് പറയുന്നു ചില വീടുകളെ, ചില പട്ടണങ്ങൾക്ക് നേരെ ദൈവം തുറക്കുക. ചില വീടുകളെ അങ്ങനെ ദൈവം ഒരു കാഴ്ച കാണിക്കുന്നു. ചില വീടുകളെ ദൈവം ചില പട്ടണങ്ങൾക്ക് നേരെ തുറക്കുകയാ. ചില പട്ടണങ്ങൾക്ക് നേരെ ദൈവം തുറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യമാക്കി തുറക്കുകയാ. സാക്ഷ്യമാക്കി തുറക്കുക. സാക്ഷ്യമാക്കി പട്ടണത്തിന് നേരെ സാക്ഷ്യമാക്കി തുറക്കുക. രാജ്യങ്ങൾക്ക് നേരെ സാക്ഷ്യമാക്കി തുറക്കുക. ചില സ്റ്റേറ്റുകൾക്ക് നേരെ സാക്ഷ്യമാക്കി തുറക്കുക. യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് ചിലരുടെ ജീവിതത്തിനകത്ത് ഭയങ്കര സാക്ഷ്യങ്ങൾ ഈ മാസം ദൈവാത്മ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഭയങ്കരമായ തുറവികൾ യേശുവിൻ നാമത്തിൽ. അൺഎക്സ്പെക്ടഡ്. നിന്നെ കുറിച്ച് ആരും പ്രതീക്ഷിക്കും. ഇന്ന് പകല് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നോട് കർത്താവ് ശക്തമായിട്ട് പറയുന്നത് ചിലരുടെ ലൈഫിനകത്തിൽ ഈ മാസം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള തുറവികൾ സംഭവിക്കാൻ പോകുക. ആ പദം പിന്നെയും കർത്താവിനോട് പറയാൻ പറയുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലല്ലേ നിന്റെ ലൈഫിനകത്ത് ഇങ്ങനെ ഒരു തുറവി സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് വിഷയത്തേക്ക് തൊട്ടിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വിടുതലുകൾ നിന്റെ ലൈഫിനകത്ത് ഇപ്പോൾ തുറന്നു തരാൻ പോകുക. നിന്റെ ലൈഫിനകത്തിൽ ഇപ്പോൾ തുറന്നു തരാൻ പോകുക. അത് ഏതൊക്കെയോ മേഖലകൾക്കകത്തിൽ ശത്രു വർഷങ്ങളായിട്ട് അടച്ചിട്ട വാതിലുകളെ ഈ മാസം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ തുറക്കുന്ന മാസമാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലത് ഇന്ന് പകൽക്കാലം അഴിഞ്ഞു, ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ലൈഫിനകത്ത് നിന്ന് ചിലത് അഴിഞ്ഞു വീഴുക.
സ്തോത്രം. എന്തൊക്കെയോ ചിലത് അഴിഞ്ഞു വീഴുകയാ. യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെയോ ചിലത് അഴിഞ്ഞു വീഴുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു കെട്ടിയത് എന്തൊക്കെയോ ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ അഴിഞ്ഞു വീഴുകയാ. സ്തോത്രം. അഴിഞ്ഞു വീഴുകയാ യേശുവിന്റെ നാമത്തിൽ. ഈ മീറ്റിംഗിൽ ചില ദൈവം ചെയ്തുകൊണ്ടിരിക്കുക, അഴിഞ്ഞു വീഴുകയാ. സ്തോത്രം. അഴിഞ്ഞു വീഴുമ്പോൾ സ്തോത്രം, നീ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. എവിടൊക്കെയോ നിന്റെ സാക്ഷ്യങ്ങൾ തുറക്കുക. ആ സാക്ഷ്യവും നീയുമായിട്ട് കണക്റ്റഡ് ആകാൻ പോവുക. ആ സാക്ഷ്യവും നീയുമായിട്ട് കണക്റ്റഡ് ആകാൻ പോവുക. ഇന്ന് നിങ്ങൾ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊക്കെയോ മേഖലയിൽ നിന്റെ സാക്ഷ്യങ്ങളെ മുഴുവൻ ശത്രു അടച്ചു വെച്ചിരിക്കുന്നത്, മൂടി വെച്ചിരിക്കുന്നത്, ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിന്റെ നടുവിൽ ദൈവം തുറക്കുകയാ. ആ സാക്ഷ്യവും നീയുമായിട്ട് ഇന്ന് പകൽക്കാലം സ്വർഗം കണക്ട് ചെയ്യാൻ പോകുക. സ്വർഗം കണക്ട് ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചോ. ആ സാക്ഷ്യം നിന്റെ വീടുമായിട്ട് കണക്ട് ആകാൻ പോകുക. നിന്റെ വീടിന്റെ മേൽ അത് തുറക്കാൻ പോകുക. നിന്റെ മിനിസ്ട്രിയുടെ മേൽ ദൈവം അത് തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത് തുറന്നു വരാൻ പോകുക. അത് തുറന്നു വരാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. എഫേത്ത, ഇതൊരു കീ ആണ്. എഫേത്ത ഈ മാസത്തിന്റെ ഒരു കീ ആണിത്. സ്തോത്രം. ഈ വേർഡ് ഒരു കീ ആണ്. സ്തോത്രം. തുറക്കുന്ന ഒരു കീ. സ്തോത്രം. ഞാൻ ഒരു വാക്കും കൂടെ പെട്ടെന്ന് പറയാം. ഹല്ലേലൂയ. നമ്മള് സ്തോത്രം 1 രാജാക്കന്മാർ പുസ്തകം ഈ ദിവസങ്ങളെല്ലാം വളരെ ശക്തമായി ദൈവാമനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണത്. സ്തോത്ര. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനൊരു പദം എഴുതിയിട്ടുണ്ട്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിനെ യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്തോ അരുളപ്പാടെന്നറിയാമോ? നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാൻ, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിന് തന്നെ തന്നെ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമരിയിൽ കഠിനമായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തിലധികമായി അടഞ്ഞു കിടന്ന ഒരു മേഖലയെ കർത്താവ് പറയാം, ഞാൻ തുറക്കാൻ പോവുക. ഞാൻ തുറക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തുറക്കാൻ പോവുക. സ്തോത്രം. അല്ലെ, ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളോട് ശക്തമായി ദൂത് കൈമാറുക. സ്തോത്രം. എഫേത്ത എന്നൊരു കീ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് കർത്താവ് പറയുക, ചില വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ചില വിഷയത്തെ ഞാൻ തുറക്കാൻ പോവുക. സ്തോത്രം. അത് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് സ്തോത്രം ഇപ്പുറത്ത് കഠിനമായ ക്ഷാമങ്ങൾ, കഠിനമായ ക്ഷാമങ്ങൾ, ഒന്നുകൂടെ പറഞ്ഞ ഡ്രൈ ആയി കിടക്കുന്ന അവസ്ഥകൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, ഒരു സാധ്യതകളും ഇല്ലാതെ കിടക്കുന്ന ചില അവസ്ഥകൾ ഇന്ന് പകൽ കർത്താവ് പറയുക, ആ അറ്റ്മോസ്ഫിയറിനെ ഞാൻ പൊളിക്കാൻ പോകുന്നു. ആ ഡ്രൈ ആയി കിടക്കുന്ന ആ അന്തരീക്ഷങ്ങളെ ഞാൻ പൊളിച്ചു കളയാൻ പോകുന്നു. ഞാൻ ഹല്ലേലൂയ ഒരു മഴയയക്കാൻ പോകുന്നു. സ്തോത്രം. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ആമേൻ പറഞ്ഞു. നിന്റെ ലൈഫിനകത്ത് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ പുതിയ മാസത്തിൽ ചില മഴകൾ പെയ്യാൻ പോകുക. ചില മഴകൾ ഹല്ലേലൂയ നാളുകളായി സ്തോത്രം നീ കാണാൻ കൊതിച്ചിട്ടും ഹല്ലേലൂയ നീ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ചില മഴകൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ പറയുന്നു. ഹല്ലേലൂയ നിന്റെ ലൈഫിനകത്ത് ദൈവം അത് തുറക്കാൻ പോകുന്നു. ഓ സ്തോത്രം. ദൈവം അത് തുറക്കാൻ പോകുന്നു. ദൈവം അത് തുറക്കാൻ പോകുന്നു. ദൈവം അത് തുറക്കാൻ പോകുന്നു. ദൈവം അത് തുറക്കാൻ പോകുന്നു. ചില ക്ഷാമങ്ങൾ പൊട്ടാൻ പോകുന്നു. ചില കഠിന ക്ഷാമങ്ങൾ ചിലരുടെ ലൈഫിനകത്ത് നിന്ന് പൊട്ടാൻ പോകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന വരൾച്ചകളെ ദൈവം മാറ്റാൻ പോകുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? വരൾച്ചകൾ, വരൾച്ചകൾ, വരൾച്ചകൾ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില ദൈവപ്രവൃത്തികൾ നടക്കാതെ വരണ്ട് ഉണങ്ങിക്കിടക്കുന്നത് പോലെ ഉണങ്ങിക്കിടക്കുന്ന ചില മേഖലയ്ക്കകത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ ലൈഫിനകത്തിൽ ചില തുറവികളെ ദൈവം ചെയ്യാൻ പോകുക. വരൾച്ചകൾ മാറി. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷാമങ്ങൾ പൊട്ടി. യേശുവിന്റെ നാമത്തിൽ ഒരു സീസൺ തുറക്കാൻ പോകുക. സ്തോത്രം. ആമേൻ പറയാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ പറയാൻ പറ്റുന്നത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സീസണുകളെ ഇന്ന് പകൽക്കാലം ദൈവം ഓപ്പൺ ചെയ്യുക. ഒരു സീസണെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവം ഓപ്പൺ ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സീസണെ ഹല്ലേലൂയ ചില ദേശങ്ങളുടെ മേൽ ഹല്ലേലൂയ ദൈവം ഒരു സീസണെ ഓപ്പൺ ചെയ്യുക. ദൈവം ഒരു സീസണെ ഓപ്പൺ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടി ഒരു സീസൺ, ചിലർക്ക് വേണ്ടി ഒരു സീസൺ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പകൽക്കാലം ഓപ്പൺ ചെയ്യുകയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലം ഓപ്പൺ ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം ഓപ്പൺ ചെയ്യുകയാണ്. ഒരു സീസണെ ഓപ്പൺ ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. സാക്ഷ്യങ്ങളുടെ ഒരു സീസൺ,
സാക്ഷ്യങ്ങളുടെ ഒരു സീസൺ ഓപ്പൺ ചെയ്യുകയാണ്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ. കഴിഞ്ഞ ഹല്ലേലൂയ ഏകദേശം 3 വർഷത്തിനപ്പുറമായി ഏലിയാവും മറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഇനി നീ മറഞ്ഞിരിക്കുവാനുള്ളവനല്ല, നീ ഇനി വെളിപ്പെട്ടു വരുവാനുള്ളവനാ, വെളിപ്പെട്ടു വരുവാനുള്ളതാ. ഞാൻ ഒരു ദൂത് കൈമാറാം. ഹല്ലേലൂയ. ഏതൊക്കെയോ മേഖലയിൽ നിന്റെ സാക്ഷ്യവുമാക്കി നിന്നെ മറച്ചു വെച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുക. സ്തോത്രം. ഇനി നീ മറഞ്ഞിരിക്കുവാനുള്ളവനല്ല, ആർക്കും മറച്ചിടുവാനുള്ളവനല്ല. കർത്താവ് പറയുന്നു, ചിലതിന്റെ മുൻപിലേക്ക് നീ ഹല്ലേലൂയ വെളിപ്പെട്ടു വരുവാനുള്ള സീസൺ എടുത്തിരിക്കുന്നു. വെളിപ്പെട്ടു വരുവാനുള്ള സീസൺ എടുത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എവിടൊക്കെയോ മറഞ്ഞു കിടന്ന ചിലതിനെ ഈ സീസണിൽ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, ഹല്ലേലൂയ, ഏതൊക്കെയോ സീസണുകൾക്കകത്തിൽ ഏതൊക്കെയോ വ്യക്തികളെ ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ സ്തോത്രം ഒതുക്കി അപ്രത്യക്ഷമാക്കി മാറ്റിയിട്ടു. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ആ സീസൺ കഴിഞ്ഞു, ആ സീസൺ കഴിഞ്ഞു. നിന്റെ സാക്ഷ്യവുമായി നിന്റെ ശബ്ദവുമായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. നിന്റെ സാക്ഷ്യത്തിന്റെ ശബ്ദവുമായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. നിങ്ങൾ അത് വിശ്വസിച്ചു? നിന്റെ സാക്ഷ്യത്തിന്റെ ശബ്ദവുമായി നിന്റെ സാക്ഷ്യത്തിന്റെ ശബ്ദം പുറത്തു വരരുതെന്ന ശത്രു ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഈ സീസണിന്റെ അകത്തിൽ ഈ മാസത്തിനകത്തിൽ ദൈവാത്മാവ് അതിനെ പൊട്ടിച്ചിട്ട് നിന്നെ ഇന്ന് പകൽക്കാലം പുറത്തേക്ക് കൊണ്ടുവരിക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നു, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സീസൺ ചേഞ്ച് ഇന്ന് പകൽ ചിലരുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുക. ഷീബ റമ നസി ഹംദല അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സീസൺ ചേഞ്ച്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ബീനസിസ്റ്റർ തുടക്കത്തിൽ ഒരു പദം ഓർമ്മപ്പെടുത്തി. സ്തോത്രം. തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരം. ഹല്ലേലൂയ. സ്തോത്രം. എവിടൊക്കെയോ ശത്രു തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ദൈവം ക്യാൻസൽ ചെയ്തിട്ട് സ്തോത്രം ഇനി തിന്നുകളയുന്ന സംവത്സരമല്ല. സ്തോത്രം. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചിലത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീസൺ, ചിലത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീസൺ ദൈവം തുറക്കാൻ പോകുകയെ. ശത്രു തിന്നുകളഞ്ഞ, ശത്രു നശിപ്പിച്ചു കളഞ്ഞ, ശത്രു ഇല്ലാതാക്കി കളഞ്ഞ ഒരു സീസൺ ഹല്ലേലൂയ ദൈവം അവസാനിപ്പിച്ചിട്ട് ദൈവത്തിന്റെ പ്രൊവിഷൻസ് നിന്റെ ലൈഫിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഹല്ലേലൂയ തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി സ്തോത്രം ദൈവം ചിലത് പകരം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിച്ചു? ദൈവം ചിലത് പകരം ചെയ്യാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ ലൈഫിനകത്ത് ദൈവം പുതിയത് ചിലത് പകരം ചെയ്യാൻ പോവുക, പകരം ചെയ്യാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. അത് തുറന്നു വരാൻ പോവുക, അത് തുറന്നു വരാൻ പോവുക, അത് ഇന്ന് പകൽക്കാലം തുറന്നു വരാൻ പോകുക. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നോട് കർത്താവ് ശക്തമായിട്ട് പറയുന്നു, ചിലത് ചിലരുടെ ലൈഫിനകത്തിൽ ഇന്ന് പകൽക്കാലം അൺഎക്സ്പെക്ടഡ് ആയിട്ട് തുറക്കാൻ പോയ, അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ഞാനൊരു പദം വീണ്ടും ആവർത്തിക്കുക. നീ പോലും പ്രതീക്ഷിക്കാതെ നിന്റെ ലൈഫിൽ ദൈവം തുറക്കാൻ പോകുക. സ്വത്രം. നീ ഇന്നിരിക്കുന്ന സാഹചര്യത്തിനകത്തില് ശത്രു നശിപ്പിച്ചോണ്ട് പോയത്, ശത്രു നഷ്ടപ്പെടുത്തിയതിനെ കണ്ടോണ്ടാണ് നീ ഇരിക്കുന്നത്. അതിനകത്ത് നിരാശയിലാണ് നീ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, അതിന് പകരമായി ഒരു പുതിയ സീസൺ തുറക്കാൻ പോകുക. അതിന് പകരമായി ഒരു പുതിയ സീസൺ യേശുവിന്റെ നാമത്തിൽ. അതിന് പകരമായി ഒരു സീസണിനെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുക. ദൈവം തുറക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് തുറക്കാൻ ശക്തിയുള്ളവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. അത് തുറക്കാൻ ശക്തിയുള്ളവന്റെ നടുവിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഒരു പദം കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകം തുറക്കാനോ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ മുദ്രകൾ പൊട്ടിപ്പാനോ യോഗ്യനായ ആരെയും കാണാതെ യോഹന്നാൻ നിസ്സഹായനായി നിന്ന് കരയുമ്പോൾ സ്തോത്രം അവിടെ ഹല്ലേലൂയ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് പറയുന്ന ഒരു പദമുണ്ട്. യോഹന്നാനെ നീ കരയണ്ട, അത് പൊട്ടിക്കുവാൻ തക്കോണം, പുസ്തകം തുറപ്പാൻ തക്കോണം യോഗ്യനായ ഒരുത്തനുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ ലൈഫിനകത്തിൽ ഏത് വിഷയത്തിനകത്താണ് ശത്രു മുദ്രയിട്ട് വെച്ചിരിക്കുന്നത്? ഓ സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിനെ തുറക്കാൻ കഴിയുന്ന ഒരു അറുക്കപ്പെട്ട കുഞ്ഞാട് ഇന്ന് പകൽക്കാലം നിന്റെ ലൈഫിനെ നോക്കി ഇന്ന് പകൽക്കാലം പറയുന്നു, തുറന്നു വരിക യേശുവിന്റെ നാമത്തിൽ. ഈ പകൽക്കാലം ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങൾക്കകത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ, ചില ഭാവിക്കകത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ, ചില തലമുറകളുടെ മേൽ വിടുതലുകൾ സംഭവിക്കട്ടെ. എവിടൊക്കെയാണോ വിടുതലുകൾ ഹല്ലേലൂയ ശത്രു അടച്ചു വെച്ചിരിക്കുന്നത്, ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് തുറക്കട്ടെ. സ്തോത്രം.
സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ, സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ, സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ. ദേശങ്ങൾ തുറക്കട്ടെ, പട്ടണങ്ങൾ തുറക്കട്ടെ, ചില വാതിലുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. വലിയതും സഫലവുമായ ഒരു വാതിൽ ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ തുറന്നു വരട്ടെ. വലിയതും സഫലവുമായ ഒരു വാതിൽ ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ തുറന്നു വരട്ടെ. ചെറിയ വാതിലുകളല്ല, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യോർദാനെ ഭാഗിക്കുവാൻ തക്കോണം എലീശയുടെ മേൽ ഒരു പുതപ്പ് കിട്ടിയതുപോലെ ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന യോർദാനുകളെ അടിച്ചു തുറക്കുവാൻ തക്കവണ്ണം നിന്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു അധികാരത്തിന്റെ പുതപ്പിനെ സ്വർഗം ഇന്ന് പകൽ കൈമാറുക. സ്തോത്രം. എന്റെ കൂടി കർത്താവ് വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം കർത്താവ് നിങ്ങളുടെ ഒരു കീ കൈമാറുക കേട്ടോ, ഒരു കീ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു താക്കോൽ കൈമാറുക. ഹല്ലേലൂയ. ഒരു താക്കോൽ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ചില മാസ്റ്റർ കീകളുണ്ട്. സ്തോത്രം. ഈ മാസ്റ്റർ കീയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കീ ഇട്ടാൽ ഒത്തിരി ഡോറുകൾ, ഹല്ലേലൂയ, ഒറ്റ കീ മതി, ഒത്തിരി ഡോറുകൾ തുറക്കും, ഒത്തിരി ഡോറുകൾ തുറക്കും എന്നതുപോലെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, പല ഡോറുകൾ തുറക്കുവാൻ നിന്റെ കയ്യിലേക്ക് കർത്താവ് ഈ പദത്തെ ഏൽപ്പിക്കുക. എഫേത്ത, ഈ പദം പറഞ്ഞ് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ പല ഡോറുകൾ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ചില ഏഞ്ചൽസ്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, ഈ പദം പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് തുറക്കുമ്പോൾ ചില ഏഞ്ചൽസ് നിനക്ക് വേണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ചില ഏഞ്ചൽസ് നിനക്ക് വേണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ. കാരാഗ്രഹത്തിനകത്തിൽ ഇറങ്ങി പത്രോസിന് പുറത്തു കൊണ്ടുവരാൻ ചില ദൂതന്മാർ ഇറങ്ങിയതുപോലെ ചില ലോക്കുകളെ, നിനക്കഴിക്കാൻ കഴിയാത്ത ചില ലോക്കുകളെ അഴിച്ച് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കോണം ചില ദൂതന്മാർ മൂവ് ചെയ്യുന്ന, ചില ദൂതന്മാർ മൂവ് ചെയ്യുന്ന. യെസ്. ഓ റമാന സിയാൽ കെട്ടിയ ചാബാനവൽ പേടുക റമന സിയാരകൾ കെട്ടിയ റമന സിയ പൗത്രം റമാനകൾ സിയ ലെഗട്ടിയ നെഗസിയ. എന്നോട് കർത്താവ് പറയുന്നു, ചിലതിനെ ദൈവാത്മാവ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്യുക, ചിലതിനെ അഴിച്ചോണ്ട് വരാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ചിലതിനെ അപ്പോയിന്റ് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ചിലതിനെ അഴിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ചിലതിനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. സ്വന്തം കർത്താവ് പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചില കെട്ടപ്പെട്ടൊരു കാര്യം അഴിച്ചോണ്ട് വാ. അപ്പോയിന്റ്മെന്റ് വീഴുക ചിലരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ. അല്ലേ, നിങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ? ഹല്ലേലൂയ. എവിടൊക്കെയോ കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലത്, എവിടൊക്കെയോ അടയപ്പെട്ട് കിടക്കുന്ന ചിലത് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കൽപ്പന പുറപ്പെടാൻ പോവുകയാണ്. അതിനെ അഴിച്ചു കൊണ്ടുവരിക, അതിനെ തുറന്നെടുത്തുകൊണ്ട് വരിക യേശുവിന്റെ നാമത്തിൽ. യെസ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, നീ ഒരു സീസൺ കാണാൻ പോകുക, ഒരു മഴയുടെ സീസൺ നീ കാണാൻ പോകുക, നീ ഒരു മഴയുടെ സീസൺ കാണാൻ പോകുക, നീ ഒരു മഴയുടെ സീസൺ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു സീസൺ നിന്റെ മുമ്പിൽ ദൈവം തുറക്കുക, ഒരു മഴയുടെ സീസൺ. ഹല്ലേലൂയ. അത് നിന്റെ മേൽ മാത്രമല്ല, ദേശത്തിന് മേലെ ദൈവം തുറക്കുക, ദേശത്തിന് മേലെ തുറക്കുക, ദേശത്തിന് മേലെ തുറക്കുക. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ദേശത്തിന്റെ മേലെ തുറക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദേശത്തിന് മുകളിൽ തുറക്കുക, ദേശത്തിന് മുകളിൽ തുറക്കുക. ഇന്ന് പകൽ നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ദൂതിനെ റിലീസ് ചെയ്യുക, നിങ്ങൾ ഈ ദൂതിനെ ചില വിഷയങ്ങളുടെ മേൽ റിലീസ് ചെയ്യുക. ദൈവം അതിനെ തുറക്കാൻ പോവുക, ദൈവം അതിനെ തുറക്കാൻ പോവുക, ദൈവം അതിനെ തുറക്കാൻ പോവുക. സ്തോത്രം. ദൈവം അതിനെ തുറക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ദൈവം അതിനെ തുറക്കാൻ പോവുക, ദൈവം അതിനെ തുറക്കാൻ പോവുക. സ്തോത്രം. ഞാൻ ഈ തുറന്ന ആ ഒരു വാക്യത്തിലേക്ക് തന്നെ ഹല്ലേലൂയ ഞാൻ തിരിച്ചു വരാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അവിടെ പറയുന്ന ഒരു പദമുണ്ട്, എഫേത്ത, തുറന്നു വരിക എന്ന് പറഞ്ഞിട്ട് അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു. രണ്ട് സംഭവങ്ങൾ അവിടെ നടക്കും. ഒന്ന് തുറന്നു, രണ്ട് കെട്ട് അഴിഞ്ഞു. സ്തോത്രം. അഴിയപ്പെട്ടെങ്കിൽ മാത്രമേ തുറക്കൽ സംഭവിക്കത്തുള്ളൂ. എത്ര പേർക്ക് പിടികിട്ടി? അഴിയപ്പെട്ടെങ്കിൽ മാത്രമേ തുറക്കൽ സംഭവിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊക്കെയോ അദൃശ്യ മണ്ഡലത്തിനകത്തില് ശത്രു കെട്ടിയ ചില വിഷയത്തെ സ്വർഗത്തിലെ ദൈവം അഴിക്കാൻ പോകുന്നു. പകൽക്കാലം അഴിക്കാൻ പോവുകയാണ്. അഴിഞ്ഞു കഴിയുമ്പോൾ ചില മേഖലകൾക്കകത്തിൽ ചിലത് തുറന്നു വരാൻ പോകുക, ചിലത് തുറന്നു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ പോകുകയാണ്. ഞാനൊരു ദൂത് കണക്ട് ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും, തുടക്കത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എലിസബത്തും സെക്കരിയാവും പ്രാർത്ഥിക്കുന്ന മനുഷ്യ, പക്ഷേ അവരുടെ ലൈഫിനകത്തിൽ ചിലത് അടഞ്ഞു കിടക്കുക, വർഷങ്ങളായി അടഞ്ഞു കിടക്കുക. പക്ഷേ ഈ ദൂതിന്റെ ശക്തി എന്തോന്ന് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആലയത്തിനകത്തിലേക്ക് ഒരു ദൂതൻ ഇറങ്ങിയിട്ട് ഒരു ദൂത് കൈമാറുക.
സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് ഒരു ദൂത് കൈമാറുക. ഈ ദൂത് കൈമാറുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവന്റെ വീടിനകത്തിൽ ഒരു തുറവി സംഭവിക്കുക. നാളുകളായി മറുപടി ഇല്ലാതെ കിടന്ന വിഷയത്തിനകത്തിൽ അവന്റെ വീടിനകത്തൊരു തുറവി സംഭവിക്കുക. ഒന്നുകൂടെ പറഞ്ഞ, ഇനി ആ വീടിനകത്തിൽ ഒന്നും നടക്കത്തില്ല, ഇനി അവരുടെ ഭാവിയുടെ മേൽ ഒന്നും നടക്കത്തില്ലെന്ന് ലോകം വിധിയിട്ട വിഷയത്തെ ദൈവം പൊട്ടിച്ചു മാറ്റിയിട്ട്, സ്വത്ര ആ വിധികളെ ദൈവം പൊട്ടിച്ചു മാറ്റിയിട്ട്, സ്വത്ര അവന്റെ ഭാവിയുടെ മേൽ ഒരു അത്ഭുതത്തെ ആ കുടുംബത്തിന് മേൽ ദൈവം ചരിത്രം മാറുന്നത് പോലെ ചെയ്തെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, ചില ലൈഫിനകത്തിൽ പട്ടണം കാണത്തക്ക നിലവാരത്തിൽ, ദേശം കാണത്തക്ക നിലവാരത്തിൽ ചില തുറവികളെ ഈ മീറ്റിംഗിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് തുറന്നെടുക്കുക. ഓ സ്തോത്രം, ഹല്ലേലൂയ. നീ ഇവിടെ ഈ ദൂതനെ പിടിച്ചോ, വിശ്വസിച്ചോണ്ട് പിടിച്ചോ. ഓ സ്തോത്രം, നീ ദൂതനെ ഇവിടെ വിശ്വസിച്ചോണ്ട് പിടിച്ചോ. ഹല്ലേലൂയ. ഇവിടെ ഈ ദൂതനെ സ്വീകരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ നിന്റെ വീടിനകത്ത് തുറവികൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ബിജു ജോൺ പാസ് വിശ്വസിച്ചോ ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. ഈ ദൂത് ഇവിടെ റിലീസ് ചെയ്യപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ചില വിഷയങ്ങൾക്കകത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുവാനുള്ള കീ ആണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറഞ്ഞു. ഈ കീ ഉപയോഗിച്ച് ചിലതിനെ നോക്കി, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, കൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ, തലമുറകളുടെ മേൽ ചില വാതിലുകൾ തുറന്നു വരാൻ പോവുകയാണ്. തലമുറകളുടെ മേൽ ചില വാതിലുകൾ തുറന്നു വരാൻ പോവുകയാണ്. ഏതൊക്കെയോ ഡോറുകൾ ശത്രു അടച്ചു വെച്ചിരിക്കുന്നതിനെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു തലമുറകളുടെ മേൽ തുറന്നു വരാൻ പോകുന്നു. അങ്ങനെ തന്നെ കർത്താവിനോട് പറയാൻ പറയുന്നു, തലമുറ സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്തിൽ ചില ഡോറുകളെ ദൈവം തുറക്കുന്നു. ഹല്ലേലൂയ, ഡോറുകളെ ദൈവം തുറക്കുന്നു. തലമുറകളുടെ സാക്ഷ്യങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ തക്കണം, തലമുറ സംബന്ധമായി സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കുവാൻ തക്കണം. അവരുടെ ഭാവി അടച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്കകത്തിൽ ചില ഡോറുകൾ ഇന്ന് പകൽക്കാലം ദൈവാത്മ തുറക്കുന്നു. ഈ ദൂതനെ വിശ്വസിച്ചു. ഈ മാസം തന്നെ ചില ഡോറുകൾ, ഹല്ലേലൂയ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് തുറന്നു വരാൻ പോകുക. ആ സാക്ഷ്യം പ്രസിദ്ധമാകാൻ പോകുക. ആമേൻ, ആമേൻ. ഇന്ന് പകൽ കർത്താവ് ഇതിനകത്ത് ശക്തമായിട്ട് ചിലരോട് പറയുന്നു, നിന്റെ സാക്ഷ്യം പുറത്തു വരാതിരിക്കുവാൻ തക്കണം. ശത്രു അടച്ചു വെച്ച ചില ഡോറുകളെ നോക്കി ഇന്ന് പകൽ നീ ആത്മാവിൽ കൽപ്പിച്ചോ. സ്വത്രം, നിന്റെ സാക്ഷ്യം പുറത്തു വരാൻ പോകുക. നീ ഒരു സാക്ഷിയായി പുറത്തു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ സാക്ഷ്യം, കർത്താവ് ഒരു പദം പറഞ്ഞു, ആരോടും പറയരുത്, പക്ഷേ എത്രത്തോളം പറയരുതെന്ന് പറഞ്ഞു അത്രത്തോളം, ഹല്ലേലൂയ, അവർ പ്രസിദ്ധമാക്കിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തൊരു പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സകലതും അവൻ നന്നായി ചെയ്തു. ഇന്ന് പകൽ ആത്മാവിനെ ദൂത് കൈമാറിയ നിന്റെ ജീവിതത്തിനകത്തിൽ നന്നാവരുതെന്ന് പിശാച്, സ്തോത്രം, വാദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നിന്റെ കുടുംബത്തിൽ പല വിഷയങ്ങൾ നന്നായി വരരുതെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്തിൽ ഈ പകൽക്കാലം ആത്മാവ് ദൂത് കൈമാറുകയാ. അല്ലല്ലേ, ചിലത് കർത്താവ് ഇന്ന് പകൽ തൊടും, അത് നന്നായി പുറത്തു വരാൻ പോകുക. യെസ്, കർത്താവ് ചില വിഷയത്തെ ഇന്ന് പകൽക്കാലം തൊടാൻ പോവുക. നിങ്ങൾ വിശ്വസിച്ചോ? ഇന്ന് പകൽക്കാലം കർത്താവ് ചില വിഷയത്തെ തൊടാൻ പോവുക. അവൻ തൊട്ടാൽ ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, യഹോവയുടെ പ്രസാദ വർഷം ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ജസീറനി വിശ്വസിച്ചു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിന്റെ ലൈഫിനകത്ത് ചില എൻകൗണ്ടറുകൾ സംഭവിക്കാൻ പോവുകയാണ്. ചില എൻകൗണ്ടറുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഓ റാമാനസിയ, കർത്താവ് നിന്റെ കരങ്ങൾക്കകത്തിൽ, ഹല്ലേലൂയ, ചില താക്കോലുകളെ ഏൽപ്പിക്കാൻ പോവുക. കർത്താവ് നിന്റെ കരത്തിനകത്ത് ചില താക്കോലുകളെ ഏൽപ്പിക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, സിസ്റ്ററെ, ഒട്ടും പ്രതീക്ഷിക്കാതെ പത്രോസിന്റെ ഒരു കീ കിട്ടിയത്. കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഈ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഒത്തിരി പേര് പല അഭിപ്രായം പറഞ്ഞു. കർത്താവ് അതല്ല പ്രതീക്ഷിച്ചത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട്, ആരും പ്രതീക്ഷിക്കാതെ പത്രോസ് ഒരു മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് മാനുഷികമായല്ല. സ്തോത്രം, മാനുഷികമായല്ല ഈ വെളിപ്പെട്ട് വന്നത്. ദൈവരാജ്യത്തിൽ നിന്ന് നിനക്ക് ഇത് വെളിപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിന്റെ കയ്യിലേക്ക് ഒരു താക്കോലിനെ ഏൽപ്പിക്കുക. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലേക്ക് കൈമാറുക. സ്തോത്രം, ഹല്ലേലൂയ. നീ ചിലത് തുറക്കുകയും നീ ചിലത് അടയ്ക്കുകയും ചെയ്യും. എന്റെ പേരിന്റെ മേൽ ഒരു അഭിഷേകം വീഴുക.
എന്തോ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ലൈഫുമായി ബന്ധപ്പെട്ട എന്തോ ചില പുതിയ തുറവികൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുക, പുതിയ തുറവികൾ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ നിയോഗം വീണവനെ പിന്നെ ഒതുക്കാൻ ഒരുത്തനെ കൊണ്ട് പറ്റിയില്ല. ആ നിയോഗം വീണവനെ പിന്നെ ഒതുക്കാൻ ആരെ കൊണ്ട് പറ്റിയില്ല. സ്തോത്രം. എവിടൊക്കെ ശത്രു ഒതുക്കാൻ നോക്കിയോ അവിടെ എല്ലാം കർത്താവിനെ വിടുവിച്ച് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. അവസാന മാളിക മുറിക്കകത്തിൽ 120 പേരുടെ നടുവില് ഒരു ലീഡറായിട്ട് കർത്താവ് എഴുന്നേൽപ്പിച്ച് അത് സംഭവിക്കാതിരിക്കാൻ ഒത്തിരി മേഖലകളിൽ ശത്രു ആവോളം ശ്രമിച്ചു. ഹല്ലേലൂയ. പക്ഷേ വാഗ്ദത്തം വീണവന്റെ മേൽ ഇന്ന് പകൽ അങ്ങനെ ഒരു വാഗ്ദത്തം നിന്റെ മേലേക്ക് ഇടുകയാ കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വാഗ്ദത്തം വീണവൻ മാളിക മുറിക്കകത്തിൽ 120 പേരുടെ നടുവിൽ ശക്തിയോടെ എഴുന്നേറ്റ് നിന്നു. അടുത്തത് അവനിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി. ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ലോകമിട്ട ലേബലുകൾ ആ മാളിക മുറിക്കകത്തിൽ അവന്റെ മേൽ പൊട്ടി മാറുകയായിരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ മേൽ നിന്ന് ചിലത് ഇന്ന് പകൽക്കാലം ബ്രേക്ക് ആകുന്നു. നിന്റെ ലൈഫിനകത്തിൽ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. ചില ബ്രേക്ക് ത്രൂ ലാപ്തമനസിയ രഗൽ കെട്ടിയ പ്രമൗനിക ഷുഡിയ നഗസിയ രഗൽ കെട്ടിയ റാബൽപയുടെ ഗറാവഷുഡിയ. ആ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അതിലിരിക്കുന്ന സിസ്റ്ററിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, സ്തോത്രം. ഏലിയാവ് ബാല്യക്കാരനോട് പറഞ്ഞു, പോയി നോക്കുക. സ്തോത്രം. പല പ്രാവശ്യം ബാല്യക്കാരൻ പോയി നോക്കിയിട്ട് മടങ്ങി വന്നിട്ടും അവന്റെ ലൈഫിനകത്ത് ഒന്നും കണ്ടില്ല. പക്ഷേ 7ാം പ്രാവശ്യം ചിലത് കണ്ടു. കർത്താവ് പറയുന്നു, മടുത്തു പോകാതെ വിശ്വാസത്തോടെ ചില വിഷയങ്ങളെ നോക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങൾ ചില തുറന്നു വരുന്ന ചിലത് കാണാൻ പോകുക, തുറന്നു വരുന്നത് കാണാൻ പോകുക. ആ തുറന്നു വരുന്നതിനകത്തിൽ ഒരു മഴയുണ്ട്. സ്തോത്രം. തുറന്നു വരുന്നതിനകത്തിൽ ഒരു മഴയുണ്ട്, അതിനകത്തൊരു വിടുതലുണ്ടെന്ന് കർത്താവ് പറയാൻ പറയുന്നത്. ഈ മാസം വിശ്വാസത്തോടെ ചില വിഷയങ്ങളുടെ മേല്, സ്തോത്രം, ഹല്ലേലൂയ, നോക്കിക്കോ, ചില മഴയുണ്ടെന്ന് കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഒരു പൊങ്ങി വരുന്ന ഒരു മേഘമാ, അത് പിന്നീട് ഒരു മഴയായി മാറും. എന്താ ആ മേഘത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അടയാളമാണ്. ഞാൻ ഇന്ന് പകൽക്കാലം ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ശക്തമായിട്ട് ഹല്ലേലൂയ ഒരു ദൂത് കൈമാറുക. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് മഴയെന്ന് കേട്ടു. പക്ഷേ മഴയെന്ന് കേട്ടിട്ട് അവൻ വിടുകയല്ല ചെയ്തത്. മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മേഘം പൊങ്ങുകയാണ്. സ്തോത്രം. ഇതൊരു അടയാളം. കർത്താവ് എന്നോട് ശക്തമായിട്ട് പറയാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ ദൂത് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞു. ചില മേഖലകൾക്കകത്തിൽ ചില അടയാളങ്ങളുടെ മേഘം പൊങ്ങി നിന്റെ ലൈഫിനകത്തിൽ. ഹല്ലേലൂയ. ചില അടയാളങ്ങളെ ദൈവം തരാൻ പോകുക. ചില അടയാളങ്ങൾ. സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ചില അടയാളങ്ങൾ. ഹല്ലേലൂയ. ആദ്യം വലിയതല്ല സംഭവിക്കുന്നത്, ആദ്യം ചെറിയത് ചിലത് സംഭവിക്കാൻ പോകുക നിന്റെ ലൈഫിനകത്തിൽ. അതൊരു അടയാളമായിരിക്കും. ആ അടയാളമായി നീ പിടിക്കാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, സംഭവിക്കാൻ പോകുന്നത് അതിന്റെ പിൻപിൽ ഒരു വലിയ മഴ വരുന്നുണ്ട്. ഓ സ്തോത്രം. എത്ര പേർക്ക് പിടികിട്ടുന്നു? അതിന്റെ പിറകിൽ ഒരു വലിയ മഴ വരുന്നുണ്ട്. മഴ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് മഴ പെയ്യിക്കാന്നാ പറഞ്ഞത്. സ്തോത്രം. നോക്കുമ്പോൾ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നത്, പക്ഷെ ഇതിന്റെ പിൻപിൽ ഒരു മഴ വരുന്നുണ്ട്. ഞാൻ ഇന്ന് പകൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിനസിസ്റ്റർ ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് പറയുന്നു, ഇതിന്റെ പിൻപിൽ ഒരു വലിയ മഴ വരുന്നുണ്ട്. ഇതിന്റെ പിൻപിൽ ആരും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്ടഡ് ഒരു മഴ വരുന്നുണ്ട്. സ്തോത്രം. എന്തോ ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറഞ്ഞു, ഈ മാസം ചില മഴയെ പ്രതീക്ഷിച്ചു. അതിന്റെ അടയാളത്തിന്റെ മേഘം മുമ്പിൽ കാണാൻ പോകുക. അടയാളത്തിന്റെ മേഘം മുമ്പിൽ എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, അല്ലേലോ, നോഹ പെട്ടകത്തിനകത്ത് നിന്ന് അല്ലേലിയ ഒരു പ്രാവിനെ പുറത്തേക്ക് വിട്ടു. അല്ലേലിയ. ആ പ്രാവ് ഒരു ഒലിവില കൊത്തിയെടുത്തോണ്ട് വന്നു. അല്ലേലിയ. സ്തോത്രം. അത് നോഹയുടെ മുമ്പിൽ ഒരു അടയാളമായിരുന്നു. വെള്ളം താന്നു എന്നുള്ള ഒരു അടയാളമായിരുന്നു. ഇന്ന് പകൽക്കാലം കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തിൽ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, അടയാളങ്ങളുമായി ചിലത് വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പെട്ടകത്തിനകത്തിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട്. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, പ്രാർത്ഥനയോടെ വീടിനകത്തിൽ കാത്തിരിക്കുന്ന, പ്രാർത്ഥനയോടെ ചില വിഷയങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് അടയാളമായി ചിലത് അകത്തോട്ട് വരാൻ പോകുക. സ്തോത്രം. യെസ്. എന്തോ എനിക്കറിയത്തില്ലല്ലോ. സ്തോത്രം. കർത്താവ് ഇങ്ങനെ പറയുന്നു സിസ്റ്ററെ, കർത്താവ് ഇങ്ങനെ എന്നോടൊരു ദൂത് കൈമാറാൻ പറയുന്നു. സ്തോത്രം. ആദ്യം ഒരു മലങ്കാക്കയെ പറഞ്ഞു വിട്ടു. സ്തോത്രം. അത് പോയ വഴിക്ക് പോയി. അടയാളമായിട്ട് തിരിച്ചു വരാനാ വിട്ടത്. പക്ഷേ പോയ വഴിക്ക് അത് പോയി. പക്ഷേ പ്രാവ് അടയാളവുമായിട്ട് തിരിച്ചു വരിക.
ഇന്നലകളിൽ പല മേഖലകൾക്കകത്തിൽ വന്ന വഴിക്ക് സ്തോത്രം കർത്താവ് ഇങ്ങനെ എന്നോട് ഇടപെടുന്നത് പെട്ടകത്തിനകത്തിൽ പ്രൊട്ടക്ട് ചെയ്തതാ. രണ്ടിനെയും പെട്ടകത്തിൽ പ്രൊട്ടക്ട് ചെയ്തതാ. പക്ഷെ ഒരാവശ്യം വന്നപ്പോൾ കാക്ക സ്തോത്രം അതിന്റെ പണിക്ക് പോയി. പക്ഷേ പ്രൊട്ടക്ട് ചെയ്ത പ്രാവ് സ്തോത്രം അടയാളവുമായിട്ട് തന്റെ ഭക്തന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അടയാളവുമായിട്ട് ഭക്തന്റെ അടുക്ക മടങ്ങി. കർത്താവിനോട് പറയുന്നു, ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ സാക്ഷ്യങ്ങൾ ലഭിച്ച പലരും സാക്ഷ്യവുമായിട്ട് മടങ്ങി വരാതെ ആ വഴിക്ക് പോയപ്പോൾ സ്തോത്രം ഈ സീസണിൽ ചില പ്രാവുകൾ ഹല്ലേലൂയ അടയാളത്തിന്റെ സാക്ഷ്യവുമായി ഇതിനകത്തിലേക്ക് മടങ്ങി വരാൻ പോകുക. അങ്ങനെ ചില തുറവികൾ ഇതിനകത്ത് കർത്താവ് തുറക്കാൻ പോകുക. അങ്ങനെ ചില തുറവികൾ ഇതിനകത്തിൽ കർത്താവ് തുറക്കാൻ പോകുക. അങ്ങനെ ചില തുറവികൾ ഞാൻ ഒന്നുകൂടെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ബാല്യക്കാരൻ, വിശ്വസ്തരായ ചില ബാല്യക്കാർ, എനിക്കറിയത്തില്ല, കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നത്, വിശ്വസ്തരായ ചില ബാല്യക്കാര് സ്തോത്രം ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 7 പ്രാവശ്യവും പോയി നോക്കുവാൻ തക്കവണ്ണം മടിയില്ലാത്ത വിശ്വസ്തരായ ചില ബാല്യക്കാർ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മറുപടിയുമായി മടങ്ങി വരുന്നത് പോലത്തെ ഒരു സീസൺ ഇതിനകത്തിൽ ഈ മാസം മുതൽ ദൈവം തുറക്കാൻ പോകുന്നെന്ന് ആത്മാവിനോട് ശക്തമായിട്ട് തൂത് കൈമാറുകയാണ്. ഈ പകൽ വിശ്വസിച്ചു, ഈ പകൽ വിശ്വസിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ ചില തുറന്നു വരട്ടെ, അങ്ങനെ ചിലത് തുറന്നു വരട്ടെ, അങ്ങനെ ചിലത് തുറന്നു വരട്ടെ. ഓ സ്തോത്രം. അങ്ങനെ ചിലത് സ്തോത്രം, അങ്ങനെ ചിലത് തുറന്നു വരട്ടെ, അങ്ങനെ ചിലത് തുറന്നു വരട്ടെ, അങ്ങനെ ചിലത് തുറന്നു വരട്ടെ. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ചിലത് റേബാന സിയാരകൾ കെട്ടിയ ശോഭാർ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെട്ടപ്പെട്ട ഒത്തിരി വ്യക്തികളെ ദൈവം ഇതിനകത്ത് അഴിച്ചുകൊണ്ട് വരാൻ പോവുക. കെട്ടപ്പെട്ട ഒത്തിരി വ്യക്തികളെ, കെട്ടപ്പെട്ട ഏതൊക്കെയോ ലൈഫിന്റെ ഏതൊക്കെയോ മേഖലകൾക്കകത്തിൽ ശത്രു കെട്ടിയിട്ടിരിക്കുന്ന ഒത്തിരി വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തിൽ അഴിച്ചുകൊണ്ട് വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, അതിനി കെട്ടപ്പെട്ട് അവിടെ കിടക്കാനല്ല, എന്റെ മഹത്വത്തിന് വേണ്ടി അത് അഴിയപ്പെടണം, എന്റെ മഹത്വത്തിനായിട്ട് അത് അഴിയപ്പെടണം. ഇന്ന് പകൽ വിശ്വസിച്ചു, യേശുവിന്റെ നാമത്തിൽ ചിലർ ലൈഫിനകത്തിൽ ഇന്ന് പകൽക്കാലം അഴിച്ചോണ്ട് വരാൻ കർത്താവ് കൽപ്പന കൊടുക്കുക. അഴിച്ചോണ്ട് വരാൻ കർത്താവ് കൽപ്പന കൊടുക്കുക. അഴിച്ചോണ്ട് വരാൻ കർത്താവ് കൽപ്പന കൊടുക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിച്ചോണ്ട് വരാൻ കർത്താവ് കൽപ്പന കൊടുക്കുക. അഴിച്ചോണ്ട് വരാൻ കർത്താവ് കൽപ്പന കൊടുക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കീ കൈമാറിയ കർത്താവ് എഫേത്ത, ഇതൊരു കീയ, ഈ മാസത്തേക്കുള്ള നിങ്ങളുടെ ഒരു കീയ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് എന്ന് പറയാം, ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തെ റാമ നഗഷുഡിയ സ്തോത്രം. റാബൽ പെട്ടി കനാസിയ രകൽ കെട്ടിയ ഈ ജെസ്സി ബിജു സിസ്റ്ററെ, സിസ്റ്ററെ ഇങ്ങനെ കർത്താവിനോട് ഇടപെടുന്നു പെട്ടെന്ന്. സ്തോത്രം. നിന്റെ ലൈഫിൽ ഒത്തിരി ശത്രു പൂട്ടിക്കൊണ്ടുപോയ കീകളുണ്ട്. ഒത്തിരി ലൈഫിന്റെ പല മേഖലകളെ പൂട്ടിക്കൊണ്ടുപോയ കീകളുണ്ട്. പക്ഷെ ഇന്ന് പകൽ കർത്താവ് നിങ്ങളൊരു ദൂത് കൈമാറുന്നു. അവൻ പൂട്ടി കീയുമായി പോയെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഈ കർത്താവ് ഒരു കീ കൈമാറുക. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കൈവശമുള്ള ഒരു കീ കൈമാറുക. സ്തോത്രം. ഇന്ന് പകൽ ഈ കീ കൊണ്ട് നീ ചിലത് തുറന്നെടുക്കാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നോട് ആത്മാവിൽ ദൂത് കൈമാറി. ഈ കീ കൊണ്ട് നീ ചിലത് തുറന്നെടുക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഉറാമാന സീഖാനഗുഡിയ നഗൽ കെട്ടിയ റമനസിയ റബൽപ്പെട്ടിയ നഗസിയ ആരും തുറക്കാതെ വണ്ണം ഹല്ലേലൂയ അടയ്ക്കുവാൻ കഴിയുന്നവനും, ഹല്ലേലൂയ സ്തോത്രം, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്നവനുമായവൻ ഇന്ന് പകൽക്കാലം നിന്റെ ലൈഫിനകത്തിൽ ഒരു കീയെ കൈമാറുക. ഒരു കീ ഹല്ലേലൂയ, ഒരു കീ യേശുവിന്റെ നാമത്തിൽ. ഈ കീ നിനക്ക് ചില മേഖലകളെ തുറന്നെടുക്കുവാനുള്ള കീ ആണെന്ന് കർത്താവ് ശക്തമായിട്ട് കൈമാറുന്നു. ഹല്ലേലൂയ. നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നത് ചിലത് നീ അഴിച്ചെടുക്കുക, ചിലത് നീ തുറന്നെടുക്കുക യേശുവിന്റെ നാമത്തിൽ. ഈ പകൽക്കാലം ചിലത് തുറന്നെടുക്കുക, പല മേഖലകളിൽ ശത്രു കെട്ടി പൂട്ടി ഹല്ലേലൂയ ലോക്ക് ചെയ്തോ പോയത് കൊണ്ട് പല മേഖലകളിൽ നീ നിരാശപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്ന മേഖലയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ നിന്റെ കയ്യിലേക്ക് ഒരു കീ കൈമാറുക. ഇന്ന് പകൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു കീ കൈമാറുക, ഒരു കീ ഏൽപ്പിക്കുക. ആ കീ കൊണ്ട് നീ പല മേഖലകൾ തുറക്കുക.
ഈ വേടിനെ നിങ്ങൾ വിടരുത്. എഫേഥ എന്നുള്ള ഈ വേടിനെ നിങ്ങൾ വിടരുത്. ഇത് തുറവിയുടെ മാസമാക്കി ദൈവം മാറ്റാൻ പോകുക. തുറവിയുടെ മാസം. ഈ മാസം നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ നീ നിൽക്കാനല്ല. കഴിഞ്ഞ 3 മാസം ഏതെങ്കിലുമൊക്കെ അടഞ്ഞ വാതിലുകളുടെ മുമ്പിലും ഡ്രൈ ആയ അവസ്ഥകളുടെ മുമ്പിലും നീ നിന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഈ 4-ാം മാസം, ഹല്ലേലൂയ, ഈ 4-ാം മാസം നീ ചിലത് ഇടിച്ചു തുറക്കാൻ പോകുക. ഒന്നുകൂടെ ഞാൻ ഒരു ദൂത് കൈമാറാം. അല്ലെ, ഇരുട്ടിലെ ചില നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ചില ഗുപ്തനിധികളെ സ്വർഗത്തിലെ ദൈവം ശത്രു നിന്റെ മുമ്പിൽ മറച്ചിട്ടിരിക്കുന്നതിനെ, ശത്രു നിന്റെ അവകാശങ്ങളെ മറച്ചിട്ടിരിക്കുന്നതിനെ ഈ പകൽക്കാലം കർത്താവ് പറയുന്നു, ആ അവകാശങ്ങളെ തുറന്നെടുക്കാൻ, അവകാശങ്ങളെ തുറന്നെടുക്കുവാൻ ഇന്ന് പകൽ കർത്താവ് നിന്റെ കയ്യിൽ കീ ഏൽപ്പിക്കുക. അധികാരത്തിന്റെ കീ, അധികാരത്തിന്റെ കീ, യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ കീ. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽക്കാലം തയ്യാറാ ഈ അധികാരത്തിന്റെ കീ ഉപയോഗിച്ച് ചിലത് തുറക്കാൻ? സ്തോത്രം, നിന്റെ കരം കൊണ്ട് ചിലത് തുറക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നിന്റെ കരം കൊണ്ട് ചിലത് തുറക്കാൻ പോവുക. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കരം കൊണ്ട് തുറക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. നീ പറഞ്ഞിട്ടല്ലാതെ, സ്തോത്രം, ഹല്ലേലൂയ, ചിലത് തുറക്കത്തില്ല, തുറക്കത്തില്ല, തുറക്കത്തില്ല. ഏലിയാ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഴയും മഞ്ഞും ഉണ്ടാവത്തില്ല, അടഞ്ഞു. വീണ്ടും ദൈവം പറയുക, സീസൺ ചേഞ്ച് ആകുക. ഏലിയാവേ, സീസൺ ചേഞ്ച് ആകുക. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, സീസൺ ചേഞ്ച് ആകുക. ഓ, സീസൺ ചേഞ്ച് ആകുക. സീസണുകൾക്ക് ചേഞ്ച് വരിക ഇപ്പോൾ. സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുക. സീസണുകൾക്ക് ചേഞ്ച് വരാൻ പോകുക. 2 കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ഈ മാസത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോകും. ഒന്ന്, ഒരു കീ കർത്താവ് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. സ്തോത്രം, അത് വിശ്വാസത്തോടെ പിടിച്ചിട്ട് ഇന്ന് പകൽക്കാലം തുറന്നോണം. എവിടൊക്കെ തുറക്കണോ അവിടെ എല്ലാം തുറന്നോണം വിശ്വാസത്തോടെ. 2, നീ അങ്ങനെ തുറക്കുമ്പോൾ സീസൺ നിന്റെ മേൽ ചേഞ്ച് ആകും. സീസൺ നിന്റെ മേൽ ചേഞ്ച് ആകും. സീസൺ, ഇത് രണ്ടും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോ. സീസൺ ചേഞ്ച് ആകും. അപ്പൊ 2 കാര്യം സംഭവിക്കും. സാക്ഷ്യം പുറത്തു വരും. സീസൺ ചേഞ്ച് ആകുന്നിടത്ത് സാക്ഷ്യം പുറത്തു വരും. സീസൺ ചേഞ്ച് ആകാത്തടത്ത് സാക്ഷ്യം പുറത്തു വരത്തില്ല. കാര്യം അവിടെ ഡ്രൈ ആണ്, ഡ്രൈ ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒറ്റ പദം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എവിടെയാണോ മഴ പെയ്ത് തണുക്കുന്നത്, സ്തോത്രം, ആ മണ്ണിനകത്തിലാണ് വിത്തുകൾ പെട്ടെന്ന് കിളിർത്തു വരുന്നത്. സ്തോത്രം, കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, അടിയിൽ കിടക്കുന്ന ഏതോ വിത്തുകൾക്ക് കിളിർക്കാൻ കഴിയാത്ത, അനുകൂലമല്ലാത്തൊരു ഉണങ്ങി വരേണ്ട സാഹചര്യത്തെ ഇന്ന് പകൽക്കാലം ഒരു മഴ അയച്ച്, അവിടെ ഒരു തണുപ്പയച്ച് ആ വിത്തിന് കിളിർക്കുവാനുള്ള സാഹചര്യത്തെ ഈ പകൽക്കാലം ദൈവം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം, വിശ്വസിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിനെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു കാഴ്ച. സ്തോത്രം, ഹല്ലേലൂയ. എവിടേക്ക് ഒത്തിരി വിത്തുകൾ മണ്ണിനടിയിൽ കിടക്കുന്നു, പക്ഷെ ആ വിത്തിന് കിളിർക്കാൻ പറ്റാത്ത അറ്റ്മോസ്ഫിയർ ആണ് ആ മണ്ണിനകത്തിലുള്ളത്. ആ വിത്തിന് കിളിർക്കാൻ കഴിയാത്ത, വിത്തിന് ജീവനുണ്ട് പക്ഷേ വിത്തിന് കിളിർക്കാൻ കഴിയാത്ത അറ്റ്മോസ്ഫിയർ ആ മണ്ണിനകത്തുണ്ട്. കാര്യം അത്ര ഉണങ്ങി വരണ്ട് കിടക്കുക നില. പക്ഷേ ദൈവാത്മ പറയുന്നു, ഈ സീസണിൽ ആ വിത്തുകൾ കിളിർക്കുവാൻ തക്കവണ്ണം, ചിലത് പുറത്തേക്ക് വരുവാൻ, മണ്ണിന്റെ പുറത്തേക്ക്, അല്ലെ ചില ഇലകളായി, ഹല്ലേലൂയ, സ്തോത്രം, പുറത്തേക്ക് വരുവാൻ, നാമ്പ് പൊട്ടി പുറത്തേക്ക് വരുവാൻ ഇന്ന് പകൽക്കാലം സീസണിന്റെ മേൽ ചേഞ്ച്. സ്തോത്രം, സീസണിന്റെ മേൽ ചേഞ്ച്. കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. ഒരു കർഷകൻ, സ്തോത്രം, ഒരു വിത്ത് വിതച്ചു. സ്തോത്രം, ഒരു സീസണിൽ ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടായി. സ്തോത്രം, ബീനിസിസ് പറഞ്ഞ ദൂതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കർത്താവ് കണക്ട് ചെയ്യുന്നു. ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടായി. കിളിർത്തു വന്നു, ഒക്കെ വന്നു. പക്ഷേ തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴും ഒക്കെ തിന്നുകളഞ്ഞു. ആ സീസൺ പോയി. പക്ഷെ കർത്താവ് പറയുന്നു, അടുത്തൊരു സീസൺ, നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട, അടുത്തൊരു സീസൺ ഞാൻ തുറക്കുക. സ്തോത്രം, ഇതിനെ എല്ലാം ശാസിക്കുന്ന ഒരു സീസൺ. ഇനി നിന്റെ വിതയെ, സ്തോത്രം, നിന്റെ പുഷ്ടിയെ, നിന്റെ നന്മയെ ശത്രു വെട്ടിക്കൊണ്ട് പോകാതെ, ശത്രു എടുത്തോണ്ട് പോകാതെ വണ്ണം അതിന്റെ മേൽ അത്ഭുതം നടക്കുന്ന, അതിന്റെ മേൽ വിടുതലുകൾ നടക്കുന്ന ഒരു സീസണെ ഇപ്പോൾ കർത്താവ് തുറക്കുക. വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം ആ കീയെ റിസീവ് ചെയ്യാൻ പറ്റുന്നവര് നിങ്ങളുടെ ഒരു കരം ഉയർത്തി കർത്താവിനോട് പറയാം, കർത്താവ്, ഞാൻ ആ കീയെ ഇപ്പോൾ റിസീവ് ചെയ്യാൻ പോകാൻ. എഫേത്തയുടെ കീയെ,
തുറവിയുടെ കീയെ ഞാൻ റിസീവ് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ആ കരങ്ങളുടെ മേൽ ഇപ്പോൾ കർത്താവ് ഒരു കീ വെക്കുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ഏപ്രിൽ മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എഫേഥ, തുറന്നു വരിക എന്നുള്ള ആ വീടിനെ, ആ അങ്ങയുടെ വചനത്തെ ഇന്ന് പകൽക്കാലം ഇവരുടെ കരങ്ങളുടെ മേൽ ഒരു കീയായി വെക്കുകയാണ്. കർത്താവ്, ഇന്നു പകൽക്കാലം ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ തുറവികൾ ഇവർ കാണട്ടെ. കർത്താവ്, അസാധാരണമായ തുറവികൾ, അസാധാരണമായ തുറവികൾ. ഇനി ഇവരുടെ മുമ്പിൽ ഒരു വാതിലുകളും അടഞ്ഞു കിടക്കരുത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തുറവികൾ ഇവരുടെ ലൈഫിനകത്ത് കർത്താവ് ഇന്നു മുതൽ ചെയ്തനായി സ്തോത്രം. കർത്താവെ, ഇവർ ചെല്ലുന്നിടത്തെല്ലാം എല്ലാം 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 അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്തോത്രം. സ്തോത്രം. ഞാൻ ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബിജോയ് എന്ന് പറയുന്ന ആ ഒരു ബ്രദറിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചില തുറവികൾ ചെയ്യുന്നത് കർത്താവിനെ കാണിക്കുന്നു. ചില തുറവികൾ ചെയ്യുന്ന ദൈവാത്മനെ കാണിക്കുന്നു. സ്തോത്രം. പല മേഖലകൾക്കകത്തിൽ തുറക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങൾ തുറവികൾ സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം. കർത്താവെ, നിന്റെ ജനത്തിന്മേൽ അത് തുറന്നതിനായി സ്തോത്രം. ഈ മിനിസ്ട്രിയുടെ മേൽ അത് തുറന്നതിനായി സ്തോത്രം. കർത്താവ് ഒരു പുതിയ സീസണെ ഇപ്പോൾ ഇവരുടെ മേൽ കർത്താവ് ഒരു മഴയായി അയച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. അത് ഇപ്പോൾ മുതൽ കിളിർക്കാതെ കിടക്കുന്ന ഒത്തിരി വിത്തുകളെ കിളിർപ്പിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിന്റെ മഴയാക്കി മാറ്റിയതിനായി സ്തോത്രം. ചിലതിന് ദൈവം ശാസിക്കും. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നിങ്ങളുടെ ലൈഫിലാകത്തിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റിമണീസ് ഈ മാസം പുറത്തു വരട്ടെ. ഗോഡ് ബ്ലസ് യു.